പ്രിയ ബഹുമാനപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരിക്കുന്ന ജോസ് നമ്മുടെ വർമ്മ, നമ്മുടെ ഇടവകയുടെ പിതാവികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സാമ്പാൽ വെച്ച, ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയൽ കടകംപള്ളിൽ ഞങ്ങളെന്ന് വിളിക്കുന്ന ചെല്ലപ്പേര് വിളിക്കുന്ന ബാബുവച്ച, ഇന്നത്തെ തൻ്റെ ശുശ്രൂഷക വേലയിൽ 25 വർഷം കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട തങ്കച്ചായൻ, നമ്മുടെ ഡാനിയൽ കടകംപള്ളിൻ്റെ സഹോദരിമാർ സിസ്റ്റർ അനുഗ്രഹ, സിസ്റ്റർ പ്രതിഭ, സിസ്റ്റർ സീന, സിസ്റ്റർ ലോമിന, ഇടവകയിലെ മറ്റ് സിസ്റ്റേഴ്സ്, ട്രസ്റ്റി സെക്രട്ടറി, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, അത്യപൂർവമായ ഒരു അസുലഭമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ജൂബിലി വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും ഒക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട്. ഈ ഇടവകയിൽ ഒത്തിരി പേര് ചരിത്രമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലങ്കര കത്തോലിക്കാ സഭയിൽ അത്യപൂർവമാണ് ഒരു പ്രധാന ശുശ്രൂഷകൻ്റെ ജൂബിലി ആഘോഷിക്കപ്പെടുക എന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാൻ പണ്ട് പഠനകാലത്ത് തിരുവനന്തപുരത്തായാലും കത്തീഡ്രൽ അച്ചായൻ ഇതുപോലെ ഉണ്ടായിരുന്നു. ദീർഘമായ കാലം പ്രധാന ശുശ്രൂഷകരെ നമ്മുടെ ആയിരുന്ന കറിയാച്ചാൻ പേര് അപൂർവം പേരാണ് ഉള്ളത്. നമുക്കറിയാമല്ലോ, തങ്കച്ചായനെ കുറിച്ച് പറയാനാണെങ്കിൽ മണിക്കൂറുകൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ ഇടവക വികാരി എന്ന ഭാഗ്യനാവൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പുറത്തുകൊണ്ടച്ഛൻ്റെ കാലഘട്ടം 1996-2001 കാലഘട്ടത്തിലൂടെ വികാരിയായിരിക്കുമ്പോഴാണ് തങ്കച്ചായൻ ഈ ഇടവകയുടെ ശുശ്രൂഷകനായിട്ട് കയറി വന്നതെന്നാണ് നമ്മുടെ രേഖകളിൽ കാണുന്നത്. അങ്ങനെ ആകുമ്പോൾ 25 വർഷമൊക്കെ കഴിഞ്ഞു പോയി. എങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട തങ്കച്ചായനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നു. അതിന് മുൻകൈ എടുത്തതിന് സാഹചര്യം ഒരുക്കി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തങ്കച്ചായന് നമുക്കറിയാം, പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാണ്. സ്വന്തം വീട് രണ്ടാമതായിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞല്ലോ, പുറത്തുകൊണ്ടച്ഛൻ്റെ കാലം തൊട്ടിപ്പോൾ സാമ്പാലുവിൽ അച്ഛൻ 9ാമത്തെ വികാരിയാണ് അദ്ദേഹം സേവ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പല കാലഘട്ടങ്ങളിലായിട്ട് 9ഓളം സഹവികാരിമാരും ഇവിടെ സേവനം ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഈ ഇടവകയിലെ സന്തോഷങ്ങൾ, നമ്മുടെ ഓരോ ഇടവകാംഗങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും എല്ലാ അവസരത്തിലും, അതായത് വിവാഹം, മാമോദിസ, അങ്ങനെയുള്ള അവസരങ്ങളിലും, അതോടൊപ്പം നമുക്ക് ദുഃഖകരമായ മരണത്തിൻ്റെ ശുശ്രൂഷകളിലും എല്ലാം തങ്കച്ചായൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ ഓരോ കുടുംബങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. തങ്കച്ചായൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മകനെ ഉണ്ടായിരുന്നതിനെ സാധാരണ നമ്മൾ മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണെങ്കിൽ പോലും മറ്റൊന്നും ചിന്തിക്കാതെ ദൈവവേലയ്ക്കായി സഭയ്ക്ക് വിട്ടുതരികയാണ് ഉണ്ടായിരുന്നത്. നമുക്കെല്ലാം അറിയാം. ആ മകനും ഈ തങ്കച്ചായനെ കൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ത്യാഗത്തോടു കൂടി തൻ്റെ മേലധികാരികളെ അനുസരിച്ചുകൊണ്ട് അറിയാം, ബദനി സന്യാസ സമൂഹത്തിൽ ഉൾപ്പെട്ട ആ സഹോദരൻ, ആ അച്ഛൻ, നമുക്കറിയാം, കോവിഡ് കാലത്ത് അദ്ദേഹം ആഫ്രിക്കയിലെ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്യുകയായിരുന്നു. കോവിഡിൻ്റെ വിധേയനായി മരണത്തിൻ്റെ വക്രം വരെ അദ്ദേഹം എത്തിയെന്നാണ് നമ്മൾ അറിയുന്നത്. ദൈവം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെയും അദ്ദേഹം ഇപ്പോൾ ഇറ്റലിയിൽ അദ്ദേഹത്തിന് സംഭവമിട്ടു. അവിടെ അദ്ദേഹം സേവനം ചെയ്യുന്നു. പ്രിയപ്പെട്ട തങ്കച്ചായന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അതൊന്നും ഒരു വിഷയമായിട്ട് അദ്ദേഹം കാണുന്നില്ല. പള്ളിയിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, അതോടൊപ്പം തന്നെ അതാത് കാലഘട്ടത്തിൽ ഇരിക്കുന്ന വികാരിമാരുടെ താമസ സൗകര്യത്തിനും അവരുടെ ഭക്ഷണ കാര്യത്തിലും ഒക്കെ വേണ്ട എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ടാണ് തങ്കച്ചായൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ 8-9 വർഷക്കാലം ദേവാലയത്തിൽ സെക്രട്ടറി ആയിട്ടും കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ ഇരുന്ന കാലഘട്ടത്തിൽ വൈകിയ സമയത്ത് ഞങ്ങൾ ഇവിടെ പള്ളിയിൽ നിന്ന് പോകുമ്പോഴും തങ്കച്ചാൻ അന്നേരം ഇവിടെ തൂത്തും തുടച്ചുമൊക്കെ ദേവാലയത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ പാതിരാക്കുർബാനകൾ നടക്കുമ്പോൾ എല്ലാവരും പോയി കഴിയുമ്പോൾ തങ്കച്ചാൻ ഇവിടെ കാണും. ജനലും കഥകളും അടച്ചുകൊണ്ട് ചാച്ചനും അമ്മാമയും ചിലവും കൂടെ കാണും. കൂടുതൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വേണ്ട അച്ഛാ പൊക്കോ, ഞാൻ തന്നെ പൊക്കോളാന്ന് പറയും. തങ്കച്ചായൻ നടന്ന ആ ദൂരം അടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വെളുപ്പിനെ പാതിരാത്രിക്ക് പോയി കിടന്നിട്ട് വെളുപ്പിനെ ഒരു 3 മണി 4 മണി ആകുമ്പോഴെഴുന്നേക്കും, വീണ്ടും ദേവാലയത്തിലേക്ക് കടന്നു വരും. ഈ നടപ്പാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങളിൽ നടപ്പ് കൂട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ വൈറ്റ് ഹൗസിൽ വരെ ചെല്ലാനുള്ള ദൂരം അദ്ദേഹം നടന്നു കാണുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു ക്ഷീണവുമില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ജീവിതം കാണുമ്പോൾ എനിക്കും തന്നെ പലർക്കും ഒരു അത്ഭുതമാണ്. പ്രായമുണ്ട്, പക്ഷേ തങ്കച്ചാൻ ചോദിച്ചാൽ പ്രായം കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ പോയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കത്തേ ഉള്ളൂ. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് എനിക്കൊന്ന് കാലഘട്ടത്തിൻ്റെ കാലത്ത് കണ്ണിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. പക്ഷേ പള്ളിയിൽ ഇനി ആരില്ലാല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണ് ഓപ്പറേഷൻ നീട്ടിക്കൊണ്ട് പോവുകയാണ്. വായിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഈ വികാരിമാരുടെ എല്ലാ ഇഷ്ടത്തിനൊക്കെ നിന്ന് ശുശ്രൂഷകളും എല്ലാ സേവനങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം കണ്ണിലുണ്ണിയായിട്ടും ഓരോരുത്തർക്കും ചിലപ്പോൾ അവരൊക്കെ ദേഷ്യപ്പെടും, എന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ ദേഷ്യം കൊണ്ടല്ല ദേഷ്യപ്പെടുന്നത്, സ്നേഹം കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. അവരൊക്കെ എല്ലാ വികാരിമാരും അച്ഛനെ കരുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപൂർവമായി കിട്ടുന്ന ഒരു ജീവിതമാണ് തങ്കച്ചായൻ്റെതെന്നുള്ളത് നമുക്കെല്ലാം തിരിച്ചറിയാവുന്ന ഒരു സംഗതിയാണ്. ഇത്തരത്തിൽ ഞാൻ ഒരുപാട് പറയാനുള്ള ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മകളുള്ളത് അവളുടെ വിവാഹ ജീവിതം കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് അവർ ദൈവം അനുവദിച്ച് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നു. തങ്കച്ചായനെ എല്ലാ വിധത്തിലും ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ അദ്ദേഹം തൃപ്തനാണ്. കിട്ടുന്നത് കൊണ്ടും നമ്മുടെ ഇടവയിൽ നിന്നും കൊടുക്കുന്ന തുച്ഛമായ അലവൻസ് പലർക്കും അറിയാമായിരിക്കും. അതുകൊണ്ടൊന്നും ഒരു കുടുംബം പുലരുന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു സ്ഥാപനമുണ്ട്, ടെക്സ്റ്റൈൽസ്, സെൻറ്റ് മേരീസ്. അപ്പം അവിടെ കൊണ്ടും കൂടെയാണ് വരുമാനം കൊണ്ടൊക്കെയാണ് കഷ്ടിച്ച് അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. എങ്കിലും ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് യാതൊരു പരാതിയും പരിഭവമില്ലാതെ നമ്മുടെ ഈ ഇടവകയുടെ ഇപ്പോൾ പുതിയ ദേവാലയമായപ്പോഴത്തേതിൻ്റെ ജോലി ഇരട്ടിയായി. അപ്പോൾ എന്നെങ്കിൽ പോലും യാതൊരു പരാതിയില്ലാതെ അച്ഛൻ അതെല്ലാം നിർവഹിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് സേവനം ചെയ്യുന്നു. ഇതിനെത്ര നന്ദി പറഞ്ഞാലും പോരാ. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഈ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കച്ചായന് എല്ലാ ആശംസകളും പ്രാർത്ഥനാശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതം ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമുക്ക് പ്രാർത്ഥനകൾ നേരുന്നു. ഇനിയും അദ്ദേഹം കുറേ കാലങ്ങളുണ്ട് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് തുടരാൻ ഇടവരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇളയ സഹോദരൻ, ഞാൻ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പരിഭവിക്കും. അദ്ദേഹം എൻ്റെ ഇളയ സഹോദരൻ ഡാനിയൽ കടവമുള്ളച്ചൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് സൈമൺ സാറെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരൻ ഡാനിയലത്തിൻ്റെ പേര് തന്നെ സ്വീകരിച്ചു. കടവമുള്ള കുടുംബ പേരും അദ്ദേഹം വിട്ടില്ല. അവസാനം ഇപ്പോൾ രൂപത വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ പേര് പോലും പുത്തൂർന്ന് തന്നെ ദൈവം ഏറ്റുകൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ഈ മാതൃകകളും ആ ആർജവും നമ്മുടെ അറിയാമല്ലോ. നമ്മുടെ പിതാവ് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സഭയിലെ വലിയ വികാരിയാണ് നമ്മുടെ നമ്മുടെ നിത്യതയിലേക്ക് കടന്നുപോയ ഡാനിയലച്ചൻ. അപ്പോൾ ആ അച്ഛനെ പോലെ തന്നെ ആ അച്ഛൻ്റെ ആ ആശയങ്ങളും തീവ്രതയും എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്, പ്രവർത്തനത്തിലും എല്ലാം ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. പുത്തൂർ രൂപതയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും അനുഗ്രഹപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം വളരെ കാര്യക്ഷമമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനുള്ള എല്ലാ പ്രാർത്ഥനാശംസകളും ഞാൻ എൻ്റെ പേരിലും ഇടപെടലിലും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.